സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. എന്തെല്ലാണ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഇന്ന് പഠിക്കുന്നത് SCERT പുതിയ 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 സോഷ്യൽ സയൻസിലെ അധികാരം ജനങ്ങൾക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. നിങ്ങൾ എഴുതാൻ പോകുന്ന PSC പരീക്ഷ 10th +2 ഡിഗ്രി ലെവൽ ഏതൊരു പരീക്ഷയ്ക്കും ഈ ഒരു ചാപ്റ്റർ ഉൾപ്പെടെ SCERT പാഠഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ കേട്ടോ. കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അറിയിക്കാൻ കമന്റ് ചെയ്യാൻ ശ്രമിക്കണേ. ഗാന്ധിജിയുടെ സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്റെ സങ്കല്പത്തിലുള്ള ഗ്രാമ സ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട, ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പരം സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ് എന്ന് തുടങ്ങിയ വരികളാണ്. അപ്പൊ ഇവിടെ നിന്നും എങ്ങനെയാണ് PSC പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ, ഗാന്ധിയുടെ പത്രം ഹരിജൻ എന്ന് പറയുന്ന പത്രത്തെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് വെക്കുക, ഹരിജൻ എന്ന പത്രം ഗാന്ധിയുടേതാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് PSC പരീക്ഷകളിൽ ഇടക്കിടക്ക് വരാറുണ്ട്. അത് SCERT പറയുന്നുണ്ട്. എന്താണ് കൂട്ടുകാരെ? ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകൂ എന്നും ആര് പറയുന്നുണ്ട്? ഗാന്ധിജി പറയുന്നുണ്ട്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകൂ എന്നും പറയുന്നുണ്ട്. അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം ഗ്രാമങ്ങളെ കുറിച്ചും ഇന്ത്യയിലെ ജനങ്ങളെ കുറിച്ചും എത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ സങ്കല്പം എന്ന് കൂട്ടുകാർക്ക് അറിയുന്നതാണ്. അദ്ദേഹം ഗ്രാമ സ്വരാജ് എന്നൊരു പദം, എന്നൊരു സങ്കല്പം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാനിത് ഹൈലൈറ്റ് ചെയ്തൊരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്റെ പിറകിൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല. ഞാനൊന്ന് വായിക്കാം എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്ന്. ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും. സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമ സ്വരാജിനെ വിശേഷിപ്പിച്ചത്. ഒരു പക്ഷേ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം വരാം. സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമ സ്വരാജിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമ സ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. എന്താണ് ആ പദം എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമ സ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമ സ്വരാജ് എന്ന സ്വപ്നം അല്ലെങ്കിൽ സങ്കല്പം പൂർണ്ണമാകുന്നത്. നോക്കൂ, ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമ സ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത് എന്നാണ് പറയുന്നത്. അവിടെ ഗ്രാമങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ഗ്രാമ സ്വരാജ് എന്ന സങ്കല്പത്തെ കുറിച്ചും ഒക്കെ ഗാന്ധിജി പറയുന്നു എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം കൂട്ടുകാർ ശ്രദ്ധിച്ചു വെക്കുക. ഒരു പക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രാമസഭകൾ, നമ്മുടെ നാട്ടിൻപുറത്ത് നിങ്ങളൊക്കെ ഗ്രാമസഭയിലൊക്കെ പങ്കെടുക്കാറുണ്ടാവും അല്ലെ? ഗ്രാമസഭകളാണ് ഗ്രാമീണ ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്നത് എന്ന് പറഞ്ഞതാര് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ കൂട്ടുകാർ ഗാന്ധിജിയെ നെഹ്റു ഒക്കെ എഴുതാൻ സാധ്യതയുണ്ട്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ഗ്രാമസഭകളാണ് ഗ്രാമീണ ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്നത് എന്ന് പറഞ്ഞതാരാണ്? ഗ്രാമസഭകളാണ് ഗ്രാമീണ ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്നത് എന്ന് പറഞ്ഞത് ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണൻ അഥവാ JP ആണ് കേട്ടോ. എന്നാൽ ഗ്രാമ സ്വരാജ് എന്ന സങ്കല്പം ഗാന്ധിജി മുന്നോട്ട് വെച്ചു. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകൂ എന്നും പറഞ്ഞത് ഗാന്ധിജിയാണ്. സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമ സ്വരാജിനെ വിശേഷിപ്പിച്ചത് അല്ലെ? അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമ സ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് അധികാര വികേന്ദ്രീകരണം? എന്താണ് അധികാര കേന്ദ്രീകരണം? ആ വാക്കിൽ തന്നെയുണ്ട്. നമുക്ക് അറിയാമെങ്കിലും ചുമ്മാ ഇതൊക്കെ നിങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോകണം കേട്ടോ പരീക്ഷയ്ക്ക് പോകുമ്പോ. അപ്പൊ ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുക. ഈ ജനാധിപത്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതിനെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുക. ഇവിടെ ഗ്രാമസഭ എന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു നിങ്ങളോട്. നിങ്ങൾക്കറിയാം, ഗ്രാമസഭയിൽ പോയ ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ വോട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രാമസഭയിൽ പോകാം. നിങ്ങളുടെ വാർഡില് മെമ്പർ ഇങ്ങനെ ഗ്രാമസഭ നടക്കുന്ന ദിവസം പറയും, നിങ്ങളൊന്ന് പോവുക. അവിടെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ നാട്ടിലെ ജനങ്ങൾ എത്രത്തോളം അധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. ആ വാക്കാണ് യഥാർത്ഥത്തിൽ അധികാര വികേന്ദ്രീകരണം എന്ന കൺസെപ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത്.
അപ്പൊ കുറച്ച് ആളുകൾ മാത്രം ഒരു നാടിനകത്ത് ഭരിക്കുന്നു, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതിനെ നമുക്ക് അധികാര കേന്ദ്രീകരണം എന്ന് വിളിക്കാം. സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങൾ പങ്കാളികളാകാനുള്ള അവസരം അവിടെ ഉണ്ടാവില്ല. എന്നാൽ നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഗ്രാമസഭ പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ എന്താണ്? അതുകൊണ്ട് തന്നെ അധികാര വികേന്ദ്രീകരണം. നിങ്ങൾ കേട്ടോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാര വികേന്ദ്രീകരണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അവിടെ നോക്കൂ, എന്തൊക്കെയാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ? പ്രാദേശിക വികസനത്തിനാണ് വലിയ പ്രാധാന്യം കൊടുക്കുക. ഗ്രാമസഭകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ പാലങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾ, റോഡ് അല്ലെ, ഇത്തരം കാര്യങ്ങളൊക്കെ, പ്രദേശത്തിന്റെ സ്കൂളിന്റെ സംബന്ധിച്ച കാര്യങ്ങള് അല്ലെ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ, ഇതിനൊക്കെ ഡിസ്കഷൻ അവിടെ നടക്കുക. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. ഗ്രാമസഭകളെ കുറിച്ച് ആലോചിക്കുക. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനമാണ് അവിടെ ലക്ഷ്യം വെക്കുക. അധികാര വികേന്ദ്രീകരണം. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. നോക്കൂ, നിങ്ങളിപ്പോ ഒരു ഗ്രാമസഭയ്ക്ക് പങ്കെടുത്ത ഒരാളാണ് ഈ ക്ലാസ് കാണുന്നെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിക്കും അല്ലെ? ഗ്രാമസഭ നടക്കുമ്പോൾ എന്നിട്ട് ഓരോ സബ്ജക്ട്, ഇപ്പൊ റോഡ് അല്ലെങ്കിൽ പൊതുമരാമത്തിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പേര്, അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ഗ്രൂപ്പുകളാക്കി അവരവിടെ ചർച്ച ചെയ്തിട്ട് ഇപ്പൊ ഒരു 5 റോഡ് ഒരു വാർഡിലേക്ക് പാസ് ആവുകയാണെന്ന് കരുതുക. ആ 5 റോഡ് എങ്ങനെയാണ് വരിക? അവിടെ ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് അയൽക്കൂട്ടങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ ഓരോ അയൽക്കൂട്ടത്തിലെ ഇന്ന റോഡ് വേണമെന്ന് അവർ പറയും. അങ്ങനെ നമുക്ക് അവിടെ ഒരു ലിസ്റ്റിനകത്ത് നമ്മൾ എഴുതി വെക്കും. ഇപ്പൊ പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന വെച്ചിട്ട് നമ്മൾ ഏറ്റവും ആദ്യം എഴുതുക ഈ റോഡ്, രണ്ടാമത് ഇന്ന റോഡ് എന്നൊക്കെ കൊടുക്കും. അവിടെ നിന്നുമാണ് അപ്പൊ ജനങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ഒക്കെ എഴുതി ഉണ്ടാക്കി. അപ്പൊ അതാണ് വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയും ഈ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ട്. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു അല്ലെ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുടുംബശ്രീ, അതല്ലെങ്കിൽ തൊഴിലുറപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടുപുറത്ത് ആലോചിക്കുമ്പോൾ അവിടെയൊക്കെ സ്ത്രീ പങ്കാളിത്തമൊക്കെ വലിയ രൂപത്തിലുണ്ടല്ലേ? അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത്. അറിയാമല്ലോ, അറിയാം. ഗ്രാമജീവിതത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങൾ ആയിരുന്നു അവ. അതായത് പഞ്ചായത്ത് എന്ന വാക്ക് ഇങ്ങനെ വന്നു പറയുന്നത് കേട്ടോ. പഞ്ച എന്ന് പറയുമ്പോൾ 5. ഓക്കെ, പഞ്ച. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ പഞ്ച പിടിക്കാതെ കേട്ടില്ലെങ്കിൽ 5. ആയത് എന്ന് കേൾക്കുമ്പോൾ യോഗം അഥവാ സമ്മേളനം, പഞ്ചായത്ത്. അപ്പൊ പല പദങ്ങളും, ഇപ്പൊ മൺസൂൺ എന്ന പദം എവിടെ നിന്നാണ് വന്നത്? PSC PYQ ആണ് മൺസൂൺ. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. അറിയാം എല്ലാവർക്കും. ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സ് നോക്കിയാൽ മതി. അപ്പൊ ഇതുപോലത്തെ ചില ചോദ്യങ്ങളൊക്കെ SCERT ഉള്ളത് ഒരുപക്ഷെ ചോദിക്കാം. അപ്പൊ പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത് സംസ്കൃത പദങ്ങളിൽ നിന്നാണ്, ഓർത്തു വെച്ചേക്കുക. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. എന്നാൽ 1882 വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. 1882 ഞാൻ വൈസ്രോയിമാരുടെ ക്ലാസ് വിശദമായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാനിങ് ഉൾപ്പെടെയുള്ള വൈസ്രോയിമാരെ കുറിച്ച് ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ചെക്ക് ചെയ്ത് കാണാം നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി പ്ലേലിസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ റിപ്പൺ പ്രഭുവിനെ കുറിച്ച് കണക്ടിങ് ഫാക്ട് പറയില്ല. അവിടെ നമുക്ക് ഇന്ത്യയുടെ ജനകീയനായ വൈസ്രോയി അല്ലെ റിപ്പൺ പ്രഭുവിനെ കുറിച്ച്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുന്ന റിപ്പൺ പ്രഭുവിനെ കുറിച്ച് പറയാം കേട്ടോ. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ വൈസ്രോയിമാരുടെ ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യാതെ കാണില്ലേ? കാണും. ഓൾറെഡി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് കാണുക. ബാക്കി ക്ലാസ്സിൽ ഉടൻ അപ്ലോഡ് ചെയ്യും. അപ്പൊ 1882 വർഷം ഏതാണ്? 82 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. 1935 അടുത്ത വർഷമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഒരുപക്ഷെ SCERT നേരിട്ട് മക്കളെ നിങ്ങളുടെ എക്സാമിന് ചോദിക്കാം. എന്താ ചോദിക്കുക? 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യയിൽ എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരാം. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റേറ്റ്മെന്റ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടിയാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം ലഭിക്കുകയും അല്ലെങ്കിൽ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്തത് എന്ന് വരാം. അപ്പൊ രണ്ടും ശരിയാണ്. ഇനിയാണ് അധികാര വികേന്ദ്രീകരണം ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ പ്രാദേശിക തലത്തിൽ ഗ്രാമങ്ങൾ, ഗ്രാമപഞ്ചായത്തുകൾ, അവിടെയുള്ള അധികാരങ്ങൾ, ഇതൊക്കെ 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയില് ഭരണഘടനയിൽ പരാമർശിച്ചുകൊണ്ട് നിലവിൽ വന്നിട്ടില്ല. പിൽക്കാലത്ത് വന്നാണ്, കൂട്ടുകാർക്ക് അറിയാം. അപ്പൊ അതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ചരിത്രങ്ങൾ ഈ ചാപ്റ്ററിനകത്തുണ്ട്. നോക്കാം എന്തൊക്കെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി, എവിടെയാണ്?
നിർദ്ദേശക തത്വങ്ങൾ, മൗലികാവകാശങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം നിർദ്ദേശക തത്വങ്ങളുണ്ട്. അപ്പൊ ആ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 ആർട്ടിക്കിൾ 40 വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഒന്ന് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞു നോക്കിയേ. ഇന്ത്യൻ ഭരണഘടനയിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ വകുപ്പ് ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 40 ആണ്. കൃത്യമായിട്ട് പഠിക്കട്ടോ. അവിടെ നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ സെപ്പറേറ്റ് ക്ലാസ്, ഭരണഘടനയുടെ ക്ലാസ് ഞാൻ എടുക്കും. എന്നിരുന്നാലും ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി പഠിക്കുക. ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണമാണ്. അപ്പൊ എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ, ഒരുപാട് കമ്മിറ്റികളുണ്ട് കേട്ടോ. ഡിഗ്രി ലെവലൊക്കെ പഠിക്കുന്നവർ ഒരുപാട് പഠിക്കാനുണ്ട്. തൽക്കാലം ഞാൻ അതിന്റെ കണക്റ്റഡ് ഫാക്ടിലേക്ക് പോകില്ല, ക്ലാസ് നീണ്ടു പോകുന്നതുകൊണ്ട് 2 കമ്മിറ്റികളെ കുറിച്ച് മാത്രം. ഇപ്പൊ തുങ്കൻ കമ്മിറ്റിയെ പോലുള്ള കമ്മിറ്റികളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് PSC പരീക്ഷ ചോദിക്കാറുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട നോക്കൂ 2 കമ്മിറ്റികൾ SCRT പറഞ്ഞ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം മതി തൽക്കാലം അല്ലെ. അതിൽ പ്രധാനപ്പെട്ടത് പറയുന്നു SCRT ബൽവന്ത് റായ് മേത്തയും അശോക് മേത്തയും, 2 മേത്തമാരാണേ. ആരൊക്കെയാണ്? ബൽവന്ത് റായ് മേത്ത. ബൽവന്ത് റായ് മേത്ത ഇമ്പോർട്ടന്റ് ആണ്. വർഷം എല്ലാവരും പഠിച്ചു വെച്ചേ. ഇവരുടെ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച ഒരു വർഷമായതുകൊണ്ടാണ് ഈ വർഷം ഇമ്പോർട്ടന്റ് ആണ്. 57. അപ്പൊ 2 വർഷമാണ് 1957. ദെൻ 1978 പഠിച്ചു വെച്ചേ. ബൽവന്ത് റായ് മേത്ത ശുപാർശ കമ്മിറ്റിയുടെ ശുപാർശ വരുന്നു 1957. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 57 ശുപാർശ വരുന്നു. 1978 അശോക് മേത്ത കമ്മിറ്റി വരുന്നു. അശോക് മേത്ത കമ്മിറ്റി. അപ്പൊ ഇവിടെ തന്നെ ഞാൻ ഒരു എക്സ്ട്രാ പോയിന്റ് നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കുന്ന സമയത്ത് എഴുതി വെച്ചാണ് PDF-നകത്ത്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയാണ് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് അഥവാ നമ്മുടെ EMS, കേരളത്തിനായ മുഖ്യമന്ത്രി സഖാവ് EMS അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്നു 1978. അപ്പൊ 57 ബൽവന്ത് റായ് മേത്ത. ഓക്കെ ആണല്ലോ. ആർട്ടിക്കിൾ 40 പഞ്ചായത്ത് രൂപീകരണത്തെ കുറിച്ച് പറയുന്നു. ഇനി ഈ ഒരു ബോക്സ് നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. നിർബന്ധമായിട്ട് പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരും. ഞാനൊന്ന് വായിച്ചു തരാം. പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് വേണമെങ്കിൽ കേട്ട് പഠിക്കണേ. നോക്കൂ, ബൽവന്ത് റായ് മേത്ത, അല്ലെങ്കിൽ തുടക്കത്തിൽ 57 കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ബൽവന്ത് റായ് ത്രിതല പഞ്ചായത്ത് സംവിധാനം. ബൽവന്ത് റായ് എന്ന് കേൾക്കുമ്പോൾ ത്രിതല പഞ്ചായത്ത്, ബൽവന്ത് റായ് ത്രിതലം, ബൽവന്ത് റായ് ത്രിതലം. അങ്ങനെയാണെങ്കിൽ അശോക് ദ്വിതലം. ഇതാണ് ദ്വിതലം. അപ്പൊ അശോക് ഏലല്ല തുടങ്ങുന്നത്. അപ്പൊ അശോക് എന്ന് കേൾക്കുമ്പോൾ അശോകൻ അല്ലെ, നമ്മുടെ ഏതോ സിനിമയില് അശോകനും അരിശുമുട്ടിൽ അശോകൻ അപ്പുക്കുട്ടനൊക്കെ കേട്ടില്ലേ. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് അശോകൻ എന്ന് കേൾക്കുമ്പോഴല്ലേ ഓപ്പോസിറ്റ് ഒരാളല്ലേ. ഇപ്പൊ 2 ആളാണ്, ഒന്ന് അശോകനുണ്ട്, ഓപ്പോസിറ്റ് ഉണ്ട്, അവർ തമ്മിൽ അടിയ 2 ആളാണ് അശോകൻ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും, A എന്ന് പറയുമ്പോൾ 2, B എന്ന് പറയുമ്പോൾ 3, എന്തെങ്കിലും ഒരു കണക്ഷൻ കൊണ്ടുവരിക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബൽവന്ത് റായ് മേത്ത എന്ന് പറയുമ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം. ബൽവന്ത് റായ് മേത്ത എന്ന് കേൾക്കുമ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം. അവിടെ ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. അല്ലേ, ഞങ്ങൾ പഠിച്ചത് പഞ്ചായത്തും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും ആണല്ലോ. അത് നിങ്ങൾ പഠിച്ചതൊക്കെ ശരിയാണ്, നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ശരിയാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഉള്ളത് ശരിയാണ്. പക്ഷെ 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശയില് 3 സംവിധാനം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ അതിന്റെ പേര് കൃത്യമായിട്ട് പഠിക്കാം. ഒന്ന് ഗ്രാമപഞ്ചായത്ത്, 2 പഞ്ചായത്ത് സമിതിയാണ്, നോട്ട് ബ്ലോക്ക് പഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി. ബ്ലോക്ക് പഞ്ചായത്തിന് സമാനമായ സംവിധാനം കേട്ടോ. 3 ജില്ലാ പഞ്ചായത്തിന് പകരം ജില്ലാ പരിഷത്ത്. അപ്പോ ഇന്നത്തെ സെറ്റപ്പ് തന്നെയാണെങ്കിലും അന്നതിന്റെ പേര് ഗ്രാമപഞ്ചായത്ത്. പറഞ്ഞു നോക്കിക്കേ, പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. സെറ്റ് ആണല്ലോ. ഇതാണ് ബൽവന്ത് റായ്. ഇനി അശോകൻ എന്ന് കേൾക്കുമ്പോൾ 2 ആളാണല്ലോ, ദ്വിതല പഞ്ചായത്ത് അല്ലെ, മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തും അല്ലെ. മണ്ടനായ ജഗതിയെ പരിശാക്കിയില്ലേ ലാലട്ടൻ. ജില്ലാ പരിഷത്ത്, അവിടെ ജില്ലയും മണ്ഡലവും ഉള്ളത്. അവിടെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെയൊന്നുമില്ല. അശോക് മേത്ത കമ്മിറ്റി എന്തു പറയുന്നു? മണ്ഡൽ പഞ്ചായത്ത് എന്നും ജില്ലാ പരിഷത്തും. ഈ പേര് ജില്ലാ പരിഷത്ത് സമാധാനം അല്ലെ. ഇവിടെ 2 ജില്ലാ പരിഷത്ത് ഉണ്ട്. ഒരു സ്ഥലത്ത് ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് സമിതിയുണ്ട്, മറ്റിടത്ത് എന്താ വരുന്നത്? മണ്ഡൽ പഞ്ചായത്ത്. മണ്ഡൽ പഞ്ചായത്ത് എന്തെങ്കിലും അവനവൻ നല്ല ട്രിക്കും കോഡൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ചൊന്ന് പഠിക്കും, നോട്ടൊക്കെ എഴുതി വെച്ചിട്ടോ നല്ല രസമായിട്ട് പഠിക്കും. അപ്പൊ അശോക് മേത്ത കമ്മിറ്റി എന്ന് പറയുമ്പോൾ ദ്വിതല പഞ്ചായത്ത് സംവിധാനം. ബൽവന്ത് റായ് എന്ന് കേൾക്കുമ്പോൾ ത്രിതലം.
ഇവിടെ ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. അശോക് മേത്ത ഒന്നുകൂടി ഞാൻ പറയാം, പഠിച്ചു വെച്ചേ. മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്നിവ. ഓക്കെ, ഇനി ബാക്കിയൊന്നും വലിയ പ്രശ്നമില്ലടാ. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ ഇത് ശ്രദ്ധിക്കണേ പനെ. എന്നാടാ? ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ളത് അധികാരം പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത് അല്ല. ആ ഒരു രണ്ടാമത്തെ കാറ്റഗറി നിങ്ങൾ ആലോചിക്കുക, ബ്ലോക്കിനൊക്കെ സമാനമായ പഞ്ചായത്ത്. ഇവർക്കാണ് ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് അധികാരം. ആർക്കാണ്? പഞ്ചായത്ത് സമിതി. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് അധികാരം പഞ്ചായത്ത് സമിതി. മേൽനോട്ടവും സംഘാടനവും ആരാ? ജില്ലാ പരിഷത്ത് അല്ലെ? ജില്ലാ പരിഷത്താണ് മേൽനോട്ടവും സംഘാടനവും. അതും പഠിച്ചു വെക്കുക. അപ്പൊ ബൽവന്ത് റായ് മേത്തയിൽ അവിടെ 3 സംവിധാനം ത്രിതലമുണ്ടെങ്കിലും അവിടെ കാറ്റഗറി തിരിച്ചു നോക്കുന്ന സമയത്ത് നോക്കിയേ, ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം, ആസൂത്രണ വികസന പ്രവർത്തനങ്ങളുടെ അധികാരം ആർക്കാണ്? പഞ്ചായത്ത് സമിതിക്കും. മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്ത്. മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്ത്. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾ ആർക്കാണ്? പഞ്ചായത്ത് സമിതി കേട്ടോ. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ് നടക്കുക. ഗ്രാമപഞ്ചായത്തുകൾ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ്. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പ്. ഓക്കെ, അവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ കടമകൾ പറഞ്ഞപ്പം ഗ്രാമപഞ്ചായത്ത് സമിതിയും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പരിഷത്തും പറഞ്ഞല്ലോ. ഇവിടേക്ക് ഇവരാണ് ഇതിന്റെ പണികളൊക്കെ. ആസൂത്രണ വികസന പ്രവർത്തനങ്ങള് പഞ്ചായത്ത് സമിതിയും അതുപോലെ തന്നെ ഈ പറയുന്ന സംഘാടനവും മേൽനോട്ടവും ജില്ലാ പരിഷത്തും. അവിടേക്ക് രണ്ടിടത്തേക്കും പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ പഠിച്ചു വെക്കുക. പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. ഗ്രാമപഞ്ചായത്ത് നമ്മൾ ബേസ് ആയിട്ട് വരുന്ന സ്റ്റാർട്ടിംഗ് ത്രിതലത്തിൽ ആദ്യം അവിടെ പ്രത്യക്ഷമാണ്. അപ്പൊ ഇതാണ് ബൽവന്ത് റായ് മേത്തയിലെ 4 പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് 4ഉം നിങ്ങളോട് എഴുതി വെച്ചോ. നിങ്ങളുടെ എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം വരും. അപ്പോൾ പിള്ളേരെ നിങ്ങൾ പരീക്ഷ കിട്ടണം. ഓൾറെഡി എനിക്ക് ഹെൽത്ത് സംബന്ധമായിട്ട് കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ക്ലാസ് എടുക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. മറ്റു ക്ലാസ്സുകളൊക്കെ ഇനി തുടർന്നുള്ള ദിവസങ്ങൾ വരുമ്പോൾ നമുക്ക് ഉഷാറാക്കാം. അപ്പൊ എന്തെന്നാണെങ്കിലും ക്ലാസ് മുടങ്ങണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിക്കേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയിലേക്ക് നമ്മൾ 4 എണ്ണം ഇങ്ങനെ ആലോചിച്ച് നോക്കട്ടോ. പഠിച്ചൊക്കെ ആയിട്ട് ക്ലാസ് ഒക്കെ കണ്ട് കുറച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. എന്തൊക്കെയാ 4 എണ്ണം? ഒന്ന്, ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. അവിടെ ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് സെറ്റ്. രണ്ടാമത്തെ ഇതിന്റെ ധർമ്മങ്ങളാണ്. അപ്പൊ ആസൂത്രണ വികസന പ്രവർത്തനങ്ങളൊക്കെ ആരാണ്? പഞ്ചായത്ത് സമിതിയും അതുപോലെ തന്നെ സംഘാടനവും മേൽനോട്ടവും ജില്ലാ പരിഷത്തും. ക്ലിയർ ആണല്ലോ. ഗ്രാമപഞ്ചായത്തിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ പഞ്ചായത്ത് സമിതിയിലും ജില്ലാ പരിഷത്തിലേക്കും പരോക്ഷ തെരഞ്ഞെടുപ്പ്. ഇങ്ങനെ 4 പോയിന്റ് പഠിച്ചെന്ന് വിചാരിക്കുന്നു. നല്ല വൃത്തിക്കൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞാൽ നമ്മൾ ദ്വിതലം പറഞ്ഞല്ലോ. ഇവിടെ പോയി നമ്മുടെ പോയിന്ററാ ദ്വിതലം പറഞ്ഞല്ലോ. ആ ദ്വിതലത്തിനകത്ത് 2 എണ്ണമാണല്ലോ അല്ലെ? ഒന്ന് മണ്ഡൽ, ഒന്ന് ജില്ലാ പരിഷത്ത്. ജില്ലാ പരിഷത്തിനാണ് അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള ആസൂത്രണത്തിന്റെ ചുമതലയും മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയും. ഇതാണ് ഇവരുടെ ഒരു നിർദ്ദേശം. ഒന്നുകൂടി പറയാം, മനസ്സിലായിട്ടുണ്ടാവില്ല. ജില്ലാ പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം. നിങ്ങളുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് പറയും. ക്ലാസ് കേൾക്കുമ്പോൾ നമ്മുടെ ബ്ലോക്ക്, ജില്ല, ഗ്രാമപഞ്ചായത്ത് ആ ഒരു സെറ്റപ്പ് മാറ്റി വെക്കുക. കാരണം അത് ഇന്നാണല്ലോ കറണ്ട് നമ്മളിപ്പോ നിലവിൽ മുന്നോട്ട് പോകുന്നതാണല്ലോ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് 57-ലും 78-ലുള്ള നിർദ്ദേശങ്ങളാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ആ ഒരു രീതിയിൽ ഉൾക്കൊള്ളുക. ആ നിർദ്ദേശങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല, ചുമ്മാ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അപ്പൊ ജില്ലാ പരിഷത്തിന് ജില്ലാ തലത്തിലുള്ള ആസൂത്രണത്തിലെ ചുമതല 78 അശോക് മേത്ത ആലോചിക്കുക. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല. ഇതാണ് ചുമതലയുമായി ബന്ധപ്പെട്ട കേസ്. രണ്ടാമത്, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോ ചിന്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ ആ ചോദ്യം ഞാൻ അങ്ങോട്ട് പറയാം. PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പറയാം. ഭരണഘടനാ സാധുത ഇവർ ജസ്റ്റ് നിർദ്ദേശിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചാൽ PSC അതിനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കും. ഇവർ റീസെന്റ് ചോദിച്ചു, അതിനൊരു ഉത്തരമുണ്ട്. അത് ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. PSCയുടെ ഉത്തരം ഇത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചെറിയ മാറ്റം ഉണ്ടാവും ചോദ്യത്തിനകത്ത്. അപ്പൊ PSCയുടെ ആൻസർ നോക്കിയാൽ മതി, കമന്റ് ബോക്സ് നോക്കിയാൽ മതി, ആൻസർ കിട്ടും. അപ്പൊ ഭരണഘടനാ പദവി പഞ്ചായത്തുകൾക്ക് നൽകിയത് ഏതൊരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചാൽ അശോക് മേത്ത കമ്മിറ്റിക്ക് ശേഷം വന്നൊരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. അതാണ് ക്ലൂ. അതുപോലെ പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ കുറിച്ചും അശോക് മേത്ത കമ്മിറ്റിയിൽ പറയുന്നുണ്ട്.
അപ്പൊ ഭരണഘടനാ സാധുത പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നിർദ്ദേശിക്കുന്നു, ജസ്റ്റ് നിർദ്ദേശിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല എന്നും മണ്ഡല പഞ്ചായത്തുകൾക്കായിരിക്കും ഗ്രാമങ്ങളുടെ ചുമതല എന്നും പറയുന്നുണ്ട്. ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ്. അശോക് മേത്ത 78 പഠിച്ചു പോകണേ. ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ശില്പി ആരെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് പറയാൻ പറ്റണം, നമ്മൾ നേരത്തെ പഠിച്ച 1957 ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ അല്ലേ, ആ പുള്ളിക്കാരൻ തന്നെയാണ്. ഇവിടെ ഞാൻ എഴുതാം, ബൽവന്ത് റായ് മേത്ത. കണ്ടോ, ബൽവന്ത് റായ് മേത്ത. അദ്ദേഹമാണ് ഇന്ത്യൻ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ ശില്പി, ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ്. എന്ത് ചോദിച്ചാലും ഉത്തരം ബൽവന്ത് റായ് മേത്തയാണ്. പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 57 വരുന്നത്. ഓക്കെ, 58 അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്ക, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാൻ രാജസ്ഥാൻ രാജസ്ഥാൻ. വർഷം ചോദിക്കുകയാണെങ്കിൽ 1959. കൃത്യമായിട്ട് ആ ഡേറ്റ് വരെ പഠിച്ചു വെച്ചോ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഗാന്ധി ജയന്തി ഒക്ടോബർ 2-ാം തീയതി 1959 ഒക്ടോബർ 2-ാം തീയതി രാജസ്ഥാനിലെ നാഗൂർ എന്ന് പറയുന്ന ജില്ലയിൽ. ഓക്കെ, എവിടെയാണ് ആ ജില്ല ചോദിക്കും. നാഗൂർ ജില്ല PYQ ആണ്. നാഗൂർ ജില്ലയില് അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റുവാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്ന, ഒരു പക്ഷേ റാങ്ക് ഫയലൊക്കെ പഠിച്ചു പോകുന്ന ഉദ്യോഗാർത്ഥിക്ക് കിട്ടിക്കൊള്ളുന്നില്ല. മകളെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. വരുമ്പോ നമ്മൾ തെറ്റാണെന്ന്. 1959 ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. സ്റ്റേറ്റ്മെന്റ് 1. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ആയിരിക്കും. അതായത് അതേ വർഷം അല്ലെങ്കിൽ 1959 രാജസ്ഥാനിൽ വന്നത് അതിനുശേഷം ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. 1 ആന്ധ്രാപ്രദേശ്, 2 തമിഴ്നാട്, 3 വെസ്റ്റ് ബംഗാൾ എന്ന് പഠിച്ചു വെച്ചേക്കുക. അതിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് ആണ്. ഇന്ത്യയിൽ രണ്ടാമത് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നതും ആന്ധ്രാപ്രദേശിലാണ്. നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യമുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു ചോദ്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ചോദ്യം ഇതാണ്: 73-ാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാൻ ആണെങ്കിൽ 73-ാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ സംസ്ഥാനം മധ്യപ്രദേശ്. നമ്മള് 1959 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് നമ്മുടെ കറണ്ട് അഫേഴ്സ് ഡെയിലി CA രാവിലെ 5:30 ഞങ്ങളൊരു ബാച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അതിനകത്തേക്ക് അഡ്മിഷൻ വേണ്ടവർക്ക് അറിയാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നമ്പർ. ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചുണ്ടാവും. 73-011-11-82-42. ഓൺലി വാട്സപ്പ് ആണ്. ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതിന് പീരീഡ് ഒന്നുമില്ല, ലോങ് ടേം ആയിട്ട് ഇങ്ങനെ പോകുന്ന ബാച്ചാണ്. അപ്പൊ ഞാനത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, ആർക്ക് വേണമെങ്കിലും CA ബാച്ചിൽ ജോയിൻ. അപ്പൊ CA ബാച്ചിൽ കൊടുത്ത ഒരു PDF-ലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ തരാം. 1959 ചില സംഭവങ്ങളാണ്. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, എന്ത്? ഈ പറയുന്ന പഞ്ചായത്ത് രാജ് സംവിധാനം അല്ലെ. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നിലവിൽ വന്നു രാജസ്ഥാൻ 59. ഇതേ വർഷമാണ് കൂട്ടുകാരെ ദലൈ ലാമ ടിബറ്റിലെ അല്ലെങ്കിൽ ആത്മീയ നേതാവായിരുന്ന അല്ലെ, ഈ പറയുന്ന ബുദ്ധമത വിശ്വാസികൾക്ക് പ്രധാനപ്പെട്ട വ്യക്തിയാണ് ദലൈ ലാമ. അദ്ദേഹം ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. എന്ന് വെച്ചാൽ ചൈനയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് നടക്കുന്നു. അപ്പൊ ടിബറ്റിൽ നിന്നും അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹം ഇന്ത്യയിലാണ് താമസിക്കുന്നത്, അറിയാം. അപ്പൊ ദലൈ ലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത വർഷം നെഹ്റുവാണ് അഭയം കൊടുത്തത് 1959. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് ചൈനീസ് യുദ്ധം വരെ നടക്കുന്നത്, ഇന്ത്യ ചൈനീസ് യുദ്ധം. ഇതേ വർഷമാണ് ഇന്ത്യയിൽ കേരളത്തിൽ വിമോചന സമരം നടന്നത്. കൂട്ടുകാർക്ക് അറിയാം, മന്നത്ത് പത്മനാഭന്റെ ഒക്കെ നേതൃത്വത്തിൽ EMS മന്ത്രിസഭയെ താഴെയിറക്കാൻ വേണ്ടി വിമോചന സമരം നടക്കുന്നു 59. ദലൈ ലാമ ഇന്ത്യയിലേക്ക് വരുന്നു. ഒരു ഭാഗത്തിലെ നെഹ്റു നല്ലൊരു മനസ്സുമായിട്ട് സ്വീകരിക്കുന്നു, വരൂ എന്ന് പറയുന്നു. അതേ സമയം ഇലക്ഷൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത, ഏഷ്യയിലെ തന്നെ ബാലറ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായ EMSന്റെ മന്ത്രിസഭയെ താഴെയിറക്കുകയാണ്. ഒരു ഭാഗത്ത് അഭയം കൊടുക്കുന്നു, ഒരു ഭാഗത്ത് പുറത്താക്കുന്നു അല്ലെ. EMS മന്ത്രിസഭയെ പിരിച്ചുവിടുന്നു.
1959 ജൂലൈ 31 ഡേറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 1959 ജൂലൈ 31. ഓക്കെ, ആ സമയത്ത് നെഹ്റുവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. നോക്കൂ, ഇന്ദിരാജി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു വനിത പ്രസിഡന്റായിട്ട് വരികയാണ്. 1959 ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത്. നോട്ട് ചെയ്ത് വെക്കുക, 59. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഇന്ദിരാഗാന്ധി വരുന്നു. വിമോചന സമരം നടക്കുന്നു. ദലൈലാമ ഇന്ത്യയിലേക്ക് വരുന്നു. EMS മന്ത്രിസഭയെ പിരിച്ചുവിടുന്നു. പഞ്ചായത്ത് രാജ് സംവിധാനം വരുന്നു. സി രാജഗോപാലാചാരി എന്ന് പറയുന്ന ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനൊക്കെ നമ്മൾ വിളിക്കുന്ന, സേലത്തെ മാമ്പഴം എന്ന് വിളിപ്പേരുള്ള, വേദാരണ്യം ഗാന്ധി എന്ന് വിളിപ്പേരുള്ള, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ സേലത്തെ മാമ്പഴം എന്ന് അറിയപ്പെടുന്ന ദേശീയ നേതാവ് സേലം, തമിഴ്നാടാണ്. സേലത്തെ മാമ്പഴം സി രാജഗോപാലാചാരിയാണ്. വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കുന്നവരാണ് സി രാജഗോപാലാചാരിയാണ്. ആ സി രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി എന്നൊരു പാർട്ടി രൂപീകരിക്കുന്നു. 1959 സ്വതന്ത്ര പാർട്ടി. ഓക്കെ, അതുപോലെ തന്നെ നോക്കൂ, ദലൈലാമ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചൈനയെ പേടിച്ചിട്ടാണല്ലോ. മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ USSR അഥവാ സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്യുകയാണ്? അങ്ങ് ചന്ദ്രനിലേക്ക് നോക്കൂ. മനുഷ്യനെ ആദ്യമായിട്ട് ചന്ദ്രനിലെത്തിച്ചത് അമേരിക്കയാണെങ്കിൽ, മനുഷ്യനില്ലാതെ ലൂണാർ മിഷന്റെ ഭാഗമായി മനുഷ്യനെ കൂട്ടി എന്നല്ല കേട്ടോ, ശ്രദ്ധിക്കണേ, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലേക്ക് ഒരു പേടകത്തെയാണ് അയക്കുന്നത്. മനുഷ്യനെ അയക്കുന്നത് നിങ്ങൾക്കറിയാം 10 വർഷത്തിന് ശേഷമാണ്. 1969 അല്ലെ? ഡേറ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയ ആളെ അറിയാത്ത ആരെങ്കിലും ഈ ക്ലാസ് കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെക്ക് ചെയ്യാൻ. നമ്മുടെ പിള്ളേര് കമന്റ് ചെയ്യും. ഈ 3 പേര് ആരൊക്കെയായിരുന്നു മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തി 1969 വിത്ത് ഡേറ്റ് ഒന്ന് കമന്റ് ചെയ്തേ. അപ്പം അത് മനുഷ്യൻ. എന്നാൽ ഒരു പേടകത്തെ അയക്കുന്നു, ലൂണ ഫസ്റ്റ്. അപ്പൊ ലൂണാർ മിഷന്റെ ഭാഗമായിട്ട് USSR ആദ്യമായിട്ട് ലൂണ ഫസ്റ്റ് എന്ന പേടകത്തെ ചന്ദ്രനിലേക്ക് അയക്കുന്നത് 1959. ദലൈലാമ വരുന്നു, ചന്ദ്രനിലേക്ക് അയക്കുന്നു, EMSനെ പുറത്താക്കുന്നു. എന്ത് രസാ പഠിക്കാൻ. ഇതേ വർഷമാണ് PSC പരീക്ഷ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 ഇരുമ്പുരുക്ക് വ്യവസായശാലകളുണ്ട്. ഒഡീഷയില് ജർമ്മനിയുടെ സഹായത്തോടെ ഒരു ഇരുമ്പുരുക്ക് ശാല വരുന്നു. അതിന്റെ പേര് റൂർക്കേല. ഒഡീഷയിലെ ജർമ്മനി അല്ലെ, റോജ് ബിച്ചറ എന്നൊക്കെ കോഡ് പഠിക്കാറുണ്ട്. റോജ് ബിച്ചറ ഇങ്ങനെ പറഞ്ഞു നോക്കിയാ, റോജ് ബിച്ചറ. എല്ലാ PSC പരീക്ഷയും നിങ്ങൾ എടുത്തു നോക്കൂ, ഈ ക്വസ്റ്റ്യൻ മിക്കവാറും ഉണ്ടാവും. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റോജ് ബിച്ചറ എന്ന് കേട്ടാൽ റൂർക്കേല ഒഡീഷ ജർമ്മനി, ബിലായ് ഛത്തീസ്ഗഡ് റഷ്യ. അതാണ് റോജ് ബിച്ചറ. ഓക്കെ, റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിൽ ബിലായ്. ഈ 2 ഇരുമ്പുരുക്ക് ശാലകൾ, ദാറ്റ് മീൻസ് ഏതാണത്? ഒന്ന് ബിലായ്, മറ്റൊന്ന് റൂർക്കേല. ഈ 2 ഇരുമ്പുരുക്ക് ശാലകളും നിലവിൽ വരുന്നത് 1959 ലൂണ ഫസ്റ്റ് വിക്ഷേപിക്കുന്നു. ബിലായും റൂർക്കേലയും വരുന്നു 59. പഠിച്ചു വെക്കുക. നമ്മൾ ദലൈലാമയെ കുറിച്ച് അദ്ദേഹത്തിന് അഭയം കൊടുത്ത കഥ പറഞ്ഞപ്പോൾ ഒരു കറണ്ട് അഫേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് അഫേഴ്സിൽ ഇത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പിള്ളേരെ. അപ്പൊ ആ സമയത്താണ് ഈ ഫാക്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. വോയിസ് ഫോർ ദ വോയിസ്ലെസ് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ്, ഒരു കൃതിയാണ് വോയിസ് ഫോർ ദ വോയിസ്ലെസ്. വോയിസ് കറണ്ട് അഫേഴ്സ് ആണ്, പഠിച്ചു വെക്കുക. സി ആണ്. വോയിസ് ഫോർ ദ വോയിസ്ലെസ് എന്ന പുസ്തകം ദലൈലാമയാണ് രചിച്ചത്. 14ാമത് ദലൈലാമയാണ് അദ്ദേഹം കേട്ടോ. ദലൈലാമമാരുടെ ആസ്ഥാനം അറിയപ്പെടുന്നത് പൊട്ടാല ഹൗസ് എന്നാണ്. ലാസയിലെ അഥവാ ടിബറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ചൈനയിലെ ടിബറ്റിലെ ലാസയിലാണ് പൊട്ടാല കൊട്ടാരമുള്ളത്. അപ്പൊ നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന 14ാമത് ദലൈലാമ എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മശാല, അല്ലെങ്കിൽ ധർമ്മശാലയിലാണ്. അത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാമമാരുടെ ഒരു കേന്ദ്രം, അവരുടെ ഈ ബുദ്ധമത വിഹാര കേന്ദ്രമാണ് ലാസ എന്ന് പറയുന്നത്. അത് ടിബറ്റിലാണ് ലാസ. ഞാൻ നേരത്തെ പറഞ്ഞു ലാസ എവിടെയാണ്? ടിബറ്റിലാണ്. അപ്പൊ ലിറ്റിൽ ലാസ എന്ന് വിളിക്കുന്നത്, ലാസയെ പോലെ തന്നെയുള്ള സ്ഥലം. ഇപ്പൊ നിലവിൽ ദലൈലാമയൊക്കെ ജീവിക്കുന്ന നമ്മുടെ 14ാമത് ദലൈലാമ ഇന്ത്യയിൽ താമസിക്കുന്ന ധർമ്മശാല അല്ലെങ്കിൽ ധർമ്മശാലയിലാണ്, ഹിമാചൽ പ്രദേശിലെ. അവിടെയാണ് ലിറ്റിൽ ലാസ എന്ന് വിളിക്കുക. എന്നാൽ ടിബറ്റിനെ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഭൂപ്രകൃതിയും ജനങ്ങളും എല്ലാമുള്ള ഒരു സ്ഥലം ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ലിറ്റിൽ ടിബറ്റ് എന്ന് വിളിക്കുന്നത് ലഡാക്ക് ആണ്. ലഡാക്കിനെയാണ് ലിറ്റിൽ ടിബറ്റ് എന്ന് വിളിക്കുക. രണ്ടും പഠിച്ചു വെച്ചേക്ക് കേട്ടോ. നമ്മുടെ SCERT തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്നുണ്ട്. കൂട്ടുകാരെ, പഞ്ചായത്ത് രാജ് സംവിധാനം 1959 വരുന്നു. അതിനു മുമ്പ് 57 ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ, 78 അശോക് മേത്ത കമ്മീഷൻ, ബാക്കി ഒരുപാട് കമ്മീഷനും കമ്മിറ്റികളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അവിടെയാണ് ഭരണഘടനാ ഭേദഗതി, ചെറിയ കുറച്ച് കാര്യങ്ങൾ രണ്ടെണ്ണം നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ഒന്ന് 73ാം ഭേദഗതി, മറ്റൊന്ന് 74ാം ഭേദഗതി. ഞാൻ ഒന്ന് വായിക്കാം, നോക്കൂ നിങ്ങൾ. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ, അതാണ് പല കമ്മിറ്റികൾ,
രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുവാൻ തീരുമാനിച്ചു. 1992 നിലവിൽ വന്നതല്ല. ഈ ഒരു ആക്ട് പറയുമ്പോൾ നമ്മൾ 73 ഭരണഘടനാ ഭേദഗതി 92 എന്നാ പറയുക. വർഷം വെച്ച് നോക്കും കേട്ടോ. അപ്പൊ ആക്ട് ഏത് വർഷം 92 73 74 ഭരണഘടനാ ഭേദഗതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. 73 ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു. ഈ കാണുന്ന പട്ടിക, ഈ പട്ടിക നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ മതി. 73 ഭരണഘടനാ ഭേദഗതി അഥവാ പഞ്ചായത്ത് രാജ് സംവിധാനം, ഗ്രാമസഭകളുടെ രൂപീകരണം വരുന്നുണ്ട്. ബൈഹാർട്ട് പഠിക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി, അപ്പൊ കിട്ടും. ഭരണ കാലാവധി 5 വർഷമാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം പ്രത്യേകമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. വനിതാ സംവരണം എടുത്തു പഠിക്കേണ്ട ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നാഷണൽ ലെവലിലല്ല, അതൊരു സ്റ്റേറ്റ് ലെവലിലാണ്. അതുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ വരുന്നത്, ധനകാര്യ കമ്മീഷൻ സ്റ്റേറ്റിലെ. അപ്പൊ അതിനെ കുറിച്ച് ഇതിനകത്ത് വരുന്നുണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇതാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തെ കുറിച്ച് പറയുന്നത്. ഇത് ഇവിടെ നോക്കുന്ന സമയത്ത് ഏറെക്കുറെ സെയിം തന്നെയാണ്. ഗ്രാമസഭകളുടെ രൂപീകരണം എന്ന് പറയുമ്പോൾ വാർഡ് സഭകളാണ് മുനിസിപ്പാലിറ്റിയിൽ വരിക. അതുപോലെ തന്നെ ഭരണകാലാവധി 5 വർഷമാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണമുണ്ട്, വനിതാ സംവരണമുണ്ട്. തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷന്റെ കാര്യങ്ങളും ഓഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. 2 തരം പ്രത്യേകം ശ്രദ്ധിക്കണം, പഞ്ചായത്തിൽ വിഭിന്നമായിട്ട് 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉണ്ട്. അപ്പൊ നഗര പഞ്ചായത്ത് അഥവാ മുനിസിപ്പൽ കൗൺസിൽ, കേരളത്തില് മുനിസിപ്പാലിറ്റി എന്ന് വിളിക്കുന്ന സംവിധാനം, കോർപ്പറേഷൻ, ഇങ്ങനെ 2 ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെ അഡീഷണലി ജസ്റ്റ് ക്വിക്കായിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ട പോയിന്റ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശദമായുള്ള ക്ലാസ് അല്ല, നമുക്ക് ഭേദഗതികൾ പിന്നീട് പഠിക്കട്ടോ. ഭരണഘടന 73 ഭേദഗതി എന്ന് പറയുമ്പോൾ ഇത് എന്നാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത്? കെയിം ഓൺ എഫക്ട് പഠിച്ചു വെക്കണേ. 73. അപ്പൊ 92 73 ഭരണഘടനാ ഭേദഗതി 93 ഏപ്രിൽ 24. ഡേറ്റ് കൃത്യമായിട്ട് പഠിക്കണം. 1993 ഏപ്രിൽ 24 73 ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. ഈ ഏപ്രിൽ 24 പിള്ളേരെ നിങ്ങൾ പിന്നീട് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് എന്ത് ചെയ്തു? ഇത് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനമാണ്. ഇത് വെച്ച് നമുക്ക് വേറെ ചില കണക്ഷനൊക്കെ കൊണ്ടുവരാം. നമുക്കത് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറയുള്ളൂ, ഡിസ്കസ് ചെയ്യാം. കാരണം കേരളത്തിൽ വരുമ്പോൾ 1 വർഷം കൂട്ടുന്നു, ദിവസം 1 കുറയ്ക്കുന്നു, ഇങ്ങനെ ട്രിക്കൊക്കെ ഉണ്ട്. കേരളത്തിലേക്ക് പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ 94 ഏപ്രിൽ 23. അതാണ് അതിനൊരു ഹൈലൈറ്റ്. ഇപ്പൊ കേരള പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ 94 ഏപ്രിൽ 23, 1 കൂട്ടുന്ന വർഷം, ദിവസം 1 കുറയ്ക്കും. നമുക്ക് പിന്നീട് പറയാം കേട്ടോ. അപ്പോ ഈ ഒരു 73 ഭരണഘടനാ ഭേദഗതി 93 ഏപ്രിൽ 24 വരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഭരണഘടനയ്ക്കകത്ത്, ഭരണഘടന എന്ന് പറഞ്ഞ പുസ്തകം ഇവിടെ ഉണ്ടായിരുന്നു, ആ ബുക്കിലെ ഭാഗം 9 73 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഭാഗം 9 പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്നത്. അവിടെ ആർട്ടിക്കിൾ, ആ ഭാഗം 9 ആർട്ടിക്കിൾ കൃത്യമായിട്ട് പഠിക്കണം. ആർട്ടിക്കിൾ അഥവാ വകുപ്പ് 243 മുതൽ വകുപ്പ് 243 ഓ വരെ ഭരണഘടനയിലെ ഭാഗം 9, ഭാഗം 9 ആർട്ടിക്കിൾ 243 മുതൽ ആർട്ടിക്കിൾ 243 ഓ വരെയാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ഭേദഗതിയുടെ ഭാഗമായിട്ട്. പട്ടിക 11 കൂട്ടിച്ചേർത്തത്. 73 ഭരണഘടനാ ഭേദഗതി അഥവാ പഞ്ചായത്ത് രാജ് സംവിധാനം, അതിന്റെ ഭാഗമായിട്ട് പട്ടിക, ഷെഡ്യൂൾ ഉണ്ടല്ലോ ഭരണഘടനയിലെ, ഭാഗമുണ്ട്, വകുപ്പുണ്ട്, ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ ഷെഡ്യൂൾ അഥവാ പട്ടിക 11 ആഡ് ചെയ്തു. ഇത് ഓക്കെ ആണല്ലോ. ഇനി 74 ഭേദഗതി എന്ന് കേൾക്കുമ്പോൾ വർഷം എന്നാണ് നിലവിൽ വന്നത്, ഡേറ്റ് പഠിക്കണം. 1993 തന്നെയാണ്, ജൂൺ 1 ഏപ്രിൽ 24 നിലവിൽ വരുന്നു പഞ്ചായത്ത് രാജ് ഭരണഘടനാ ഭേദഗതി 73 അല്ലെ സംവിധാനം. അങ്ങനെയാണെങ്കിൽ നഗരപാലിക സംവിധാനം നിലവിൽ വരുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ 93 ജൂൺ 1 പഠിച്ചു വെച്ചേക്കുക. ഭാഗം ചോദിച്ചാൽ 9A ആണ് ഈ പറയുന്ന നഗരസഭ അല്ലെങ്കിൽ നഗരപാലിക സംവിധാനം. ഓക്കെ, 9A നഗരപാലിക. അവിടെ ആർട്ടിക്കിൾ അഥവാ വകുപ്പ് 243 പി ഓ വരെയാണ് പഞ്ചായത്ത്. പി മുതൽ 243 ZG വരെയാണ്. 243 ആർട്ടിക്കിൾ 243 പി ഓ വരെ പഞ്ചായത്ത്, 9 ആണ് വരുന്നെങ്കിൽ 9A വരുമ്പോൾ
243 മുതൽ ഓക്കെ ശേഷം അല്ലെ ABCD പറഞ്ഞു നോക്കിയത് പി ആണ്. പി മുതൽ ZG വരെയാണ്. പട്ടിക 11 പഞ്ചായത്താണെങ്കിൽ പട്ടിക 12 മുനിസിപ്പാലിറ്റി അഥവാ നഗരപാലിക സംവിധാനം. പട്ടിക 12. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടനയെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അറിയുന്നതാണ് പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത്. നഗരപാലിക സംവിധാനം എന്ന് പറയുമ്പോൾ മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനുമാണ് അല്ലെ. അവിടെ ജനകീയ ആസൂത്രണത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് ഇത്രയും പറഞ്ഞ ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് പോയിന്റ് ഉള്ളത്. ഇവിടെ 2 പോയിന്റുകൾ നിങ്ങൾ നിർബന്ധമായി പഠിക്കണം. 73, 74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 ഞാൻ ഡേറ്റ് ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. വിത്ത് ഡേറ്റ് നിങ്ങൾ പഠിക്കണം കേട്ടോ എല്ലാവരും. 1996 ആഗസ്റ്റ് 17 1996 ഒന്ന് പറഞ്ഞു നോക്കിയ മക്കളെ. 1996 ഓഗസ്റ്റ് 17 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ അഥവാ ജനകീയ ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ കേരളത്തിൽ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ അല്ലെങ്കിൽ കേരളത്തിൽ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയത് എന്ന് 1996 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 17. 73, 74 ഭരണഘടനാ ഭേദഗതി തുടർന്നാണ് വരുന്നത് കേട്ടോ. അപ്പൊ പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയ ആസൂത്രണം വഴിയൊരുക്കി. അപ്പൊ എന്താണ് ജനകീയ ആസൂത്രണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയെന്നാ പറയുന്നത് കേട്ടോ. മനസ്സിലാക്കി വെക്കണം, കൃത്യമായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നില്ല, നിങ്ങൾ വീഡിയോ വീണ്ടും കണ്ടാൽ മതി സംശയമുള്ളവർ. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി ഏത് 73, 74 ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. ശ്രദ്ധിക്കണം, വാക്ക് ഇരുന്നു പാസ്റ്റ് ആണ്. തുടർന്ന് 2005 അതാണ് ഇമ്പോർട്ടന്റ് ഇല്ലേ, ഞാനിവിടെ മാറ്റി ചെയ്തിട്ട് 2005 ഓക്കെ ആണേ. പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെ ശ്രദ്ധിക്കണം 1996 ജനകീയ ആസൂത്രണം ഇതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. എത്ര ശതമാനമായി ഉയർത്തി? 50%. നമ്മുടെ പഞ്ചായത്തിലും ബ്ലോക്കിലൊക്കെ അവസ്ഥ അതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വീതത്തിന്റെ 10%, അതും ശ്രദ്ധിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വീതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി. ശ്രദ്ധിച്ചു വെക്കുക, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇവിടെ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. വനിതാ പ്രാതിനിധ്യം ലോകസഭയിലേക്കും നിയമസഭയിലേക്കും വനിതാ സംവരണ ബില്ല് ഈ അടുത്ത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി. നമ്മളത് കൃത്യമായിട്ട് മുമ്പത്തെ ഒരു SCERT ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു. ഏതാണ് ഭരണഘടനാ ഭേദഗതി എന്ന് കൂട്ടുകാരെല്ലാവരും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുവരെ ക്ലാസ് കണ്ടവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യാതെ പനിച്ചൊരു ആഴ്ചയോളം കിടന്നുകൊണ്ട് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഞാൻ ക്ലാസ് എടുത്തത് നിങ്ങൾക്ക് ക്ലാസ് ഇങ്ങനെ ഓവർ മുടങ്ങണ്ട എന്ന് കരുതിയിട്ടാണ്. നന്നായിട്ട് പഠിക്കുക കൂട്ടുകാരെ. ഇതിന്റെ ഒരു ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നീട് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികള്, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചുമ്മാ അതൊന്ന് വായിച്ചാൽ മതി, അത് നമ്മുടെ PDF ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയുള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത്. അപ്പൊ എന്തായാലും മുഴുവനും PDF നമ്മുടെ ടെലഗ്രാം ചാനൽ കൊടുക്കും. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കമന്റിൽ ഉണ്ടാവും. സ്ട്രൈക്കർ PS സെർച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.